ഗായ്സ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് ഒരു മൂവിയെക്കുറിച്ചാണ്. അത് തുടരും എന്ന മോഹൻലാൽ സാർ മൂവിയാണ്. മോഹൻലാൽ നടനായിട്ട് വരുന്ന ഒരു പടമാണ് തുടരും. ശോഭന ചേച്ചി, 2 മക്കൾ, മോഹൻലാൽ അടങ്ങുന്ന ഒരു ഫാമിലി. ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവിയും കൂടിയാണ്. ത്രില്ലിംഗ് മൂവിയാണ്. നല്ല ആക്ഷൻ മൂവിയാണ്. നല്ല BGM ഉണ്ട്. ക്ലൈമാക്സ് ഒക്കെ സൂപ്പറാണ്. പിന്നെ നല്ലൊരു പാട്ടൊക്കെ ഉണ്ട്. കൺമണി പൂവേ എന്നെല്ലാം തുടങ്ങുന്ന നല്ലൊരു പാട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നലെ പോയി കണ്ട പടമാണ്. നമ്മളെ ഫ്രണ്ട്സൊക്കെ കണ്ടു. നല്ല അടിച്ചു തിമിർത്തു. നല്ല അടിപൊളി പടമാണ്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക, ഉല്ലസിക്കുക ഗൈസ്. ഓക്കെ, BGM അടിപൊളി, വേറെ രക്ഷയില്ല. അടിപൊളി BGM. നല്ല ആക്ഷൻ മൂവിയാണ്. കാട്ടിൽ പോകുന്ന നല്ല രംഗമുണ്ട്. നല്ലൊരു ആറ്റിറ്റ്യൂഡ്, മനോഭാവം, നല്ലൊരു നോട്ടം, നല്ലൊരു മറ്റേ മഴയത്തൊക്കെ വരുന്ന മോഹൻലാൽ സാറെ കാണാം. നല്ല മെല്ലെ വരുന്ന ഒരു രംഗമുണ്ട്. ഓക്കെ, കാട്ടിലൂട്ടുള്ള നല്ലൊരു വൈബ്, നല്ലൊരു യാത്രയൊക്കെ ഉണ്ട്. അതിൽ നല്ലൊരു പാട്ടൊക്കെ ഉണ്ട്. കാട്ടിനുള്ള നല്ല രസകരമായ അനുഭവങ്ങളുണ്ട്. ഓക്കെ, എല്ലാം കാണുക. പിന്നെ നല്ലൊരു കോമഡി പടം കൂടിയാണ്. എൻ്റർടൈൻമെൻറ്റ് മൂവിയും കൂടിയാണ്. ത്രില്ലിംഗ് മൂവിയാണ്. ഓക്കെ, ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. ഓക്കെ, ഫസ്റ്റ് ഹാഫൊക്കെ കിടിലമാണ്. സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴേക്ക് വേറെ ട്വിസ്റ്റൊക്കെയാണ് ഗൈസ്. ലാസ്റ്റ് തൊട്ട് നല്ല ഫൈറ്റിംഗ് സീനൊക്കെ ഉണ്ട്. പിന്നെ MG ശ്രീകുമാർ പാടിയ കൺമണി പൂവേ അടിപൊളി, നല്ലൊരു പാട്ടാണ്. ഓക്കെ, ശോഭന ചേച്ചിയുടെ അഭിനയവും നല്ല ഗംഭീര അഭിനയമാണ്. മോഹൻലാൽ സാറെ കിടിലം പെർഫോമൻസ്, നല്ല അഭിനയമാണ്. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, പ്രൊഡ്യൂസ്ഡ് ബൈ M രഞ്ജിത്ത് സാറെ. നല്ലൊരു കഥാപാത്രം, നല്ലൊരു കഥ. ഓക്കെ, പിന്നെ വേറെ സ്റ്റോറി KR സുനിൽ സാറ്, രഞ്ജിത്ത് സാറ്, എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, നമ്മുടെ സംവിധായകൻ തരുൺ മൂർത്തി സാറിന് എൻ്റെ വക നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അടിപൊളി മൂവി, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മോഹൻലാൽ സാറിനും കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, എല്ലാവരും നിങ്ങൾ എന്തായി പറഞ്ഞാൽ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണുക. അതിൽ പിന്നെ പോലീസ് വേഷത്തിലെത്തുന്ന കിടിലൻ ഒരു ഗുണ്ടയുണ്ട്. ആ ഗുണ്ടയുടെ പെർഫോമൻസ് വളരെ നല്ല പെർഫോമൻസാണ്. നല്ല ക്യാരക്ടർ, നല്ലൊരു കഥാപാത്രമായിട്ട് ഒരു സാറ് വരുന്നുണ്ട്. ഓക്കെ, ഒരു ചേട്ടൻ വരുന്നുണ്ട്. അതിലാണ് മെയിനായിട്ട് ആ ഗുണ്ട പെർഫോമൻസ് വളരെ നല്ല പെർഫോമൻസാണ്. ലാസ്റ്റ് നല്ല ഫൈറ്റ് സീനുണ്ട് ഗുണ്ടയായിട്ട്. ഓക്കെ, പ്രകാശ് നായർ എന്ന സാറാന്ന് തോന്നുന്നു. നല്ലൊരു അനുഭവം, നല്ലൊരു കഥാപാത്രമായിട്ടാണ് വരുന്നത്. ഗുണ്ട ലുക്ക് വേറെ മാതിരിയാണ്, വേറെ വൈബാണ് കേട്ടോ ആ ഗുണ്ട ലുക്ക്. നല്ല ആക്ഷൻ മൂവി. ഓക്കെ, ത്രില്ലിങ്ങളെല്ലാം കണ്ട് അനുഭവിക്കണം. പടം തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. വേറെ തന്നെ ഒരു വൈബാണ് ഫസ്റ്റ് ഹാഫിലുള്ളത് തുടരും എന്ന മൂവിയിൽ. സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴേക്ക് നമുക്ക് വേറെ തന്നെ ഒരു ട്വിസ്റ്റായിട്ട് കാണാം. ഓക്കെ, വേറെ തന്നെ ഒരു ഫൈറ്റ് സീനാണ് ലാസ്റ്റ് തൊട്ടൊക്കെ വരുന്നത്. മോഹൻലാൽ സാറിൻ്റെ നല്ലൊരു പ്രസൻറ്റ്, നല്ലൊരു ഗാംഭീര്യവും അതിലുണ്ട്. സ്ലോ മോഷൻ നടത്തുന്ന നല്ലൊരു വേറെ തന്നെ ലുക്കിലാണ് മോഹൻലാൽ എത്തുന്നത്. നടൻ്റെ ലുക്കിൽ തന്നെ മോഹൻലാൽ എത്തുകയാണ്. ലാസ്റ്റ് ഫൈറ്റ് അടിപൊളി ഫൈറ്റാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മോഹൻലാൽ സാറിൻ്റെ അഭിനയം. ഓക്കെ, ഡയലോഗും പഞ്ചിങ്ങെല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് മോഹൻലാലിൻ്റെ അഭിനയം വേറെ തന്നെ ഒരു അഭിനയമാണ്. വെറൈറ്റി, നല്ലൊരു അഭിനയമാണ് കാഴ്ചവെക്കുന്നത്. പിന്നെ പ്രൊഡ്യൂസ്ഡ് ചെയ്യുന്നത് M രഞ്ജിത്ത് സാറ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സാറിന് നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ റിട്ടേൺ ചെയ്യുന്നത് KR സുനിൽ സാറ്, തരുൺ മൂർത്തി സാർക്കും പ്രത്യേകിച്ച് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ മൂവിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, വേറെന്ത് പറയാനുള്ളത് സാർ, M രഞ്ജിത്ത് സാർ, സുനിൽ സാർ, തരുൺ സാർ, 3 പേർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും സിനിമ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. ഓക്കെ, ഹലോ, പിന്നെ വേറെ മോഹൻലാൽ സാറെ കൂടെ
അഭിനയിച്ച ഒരു നടിയുണ്ട്, അത് ശോഭന ചേച്ചിയാണ്. ശോഭന ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ഗംഭീര അഭിനയമാണ് മോഹൻലാൽ സാറിനെ കൂടെ അഭിനയിച്ച് തീർത്തത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ ഗാംഭീര്യവും ആ പ്രസന്നതയും ആ നല്ല ഡയലോഗും ആയിട്ട് നല്ലൊരു മികച്ച കഥാപാത്രമായിട്ടാണ് ശോഭന ചേച്ചി എത്തുന്നത് തുടരും എന്ന മൂവിയിൽ. ഓക്കെ, മോഹൻലാൽ സാറ് 2 മക്കളും ശോഭന ചേച്ചിയും അടങ്ങുന്ന ഒരു കുടുംബമാണ്, കുടുംബകഥയും കൂടിയാണ്. ഓക്കെ, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്ന് ഉദ്ദേശിക്കുന്ന അംബാസഡർ കാർ. അപ്പോൾ മോഹൻലാൽ നടനെ അവരെ പറയുന്ന ബെൻസ് എന്നാണ്. വളരെ നല്ല അനുഭവമാണ്. ആ പയ്യൻ്റെ മോഹൻലാലിൻ്റെ മകനും നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ മോളും നല്ല കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹലോ ഗൈസ്, തുടരും മൂവിയെക്കുറിച്ച് വേറൊരു നല്ല അനുഭവം കാണാം. മോഹൻലാൽ സാറിനപ്പുറം, മോഹൻലാൽ നടൻ്റെപ്പുറം അഭിനയിച്ച ഒരു ഹാസ്യകാരൻ, നല്ലൊരു കോമഡിക്കാരനുണ്ട്. നല്ലൊരു അനുഭവമായിരുന്നു. ഒരു ഓട്ടോയിൽ പോയിട്ടുള്ള നല്ലൊരു കോമഡി ഉണ്ട്. വളരെ നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ ചേട്ടൻ. കോമഡി ഷോയിൽ ഉള്ള ഒരാളാണ്. പിന്നെ അർജുൻ അശോകിന് ചെറിയൊരു റോളുണ്ട് മോഹൻലാൽ സാറിനപ്പുറം. ടാക്സീൻ്റെ വന്നു. ടാക്സി ഡ്രൈവറായിട്ട് മോഹൻലാലിൻ്റെ നല്ലൊരു വരവുണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ വരവ് അതിഗംഭീരമാണ്. പിന്നെ ശോഭന ചേച്ചീൻ്റെ അഭിനയവും സൂപ്പറാണ്. മോഹൻലാൽ നടൻ്റെ അഭിനയവും സൂപ്പറാണ്. പിന്നെ ആ വില്ലൻ്റെ കഥാപാത്രം അടിപൊളി കഥാപാത്രമാണ്. ഇനിയും ഇതുപോലത്തെ വില്ലൻ്റെ അനുഭവം കൂടി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനിയും സിനിമയിൽ അഭിനയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആ വില്ലൻ്റെ കഥാപാത്രവും നല്ല ഫൈറ്റും നല്ല പഞ്ചിങ്ങും നല്ല ഡയലോഗിങ്ങും സൂപ്പർ പെർഫോമൻസാണ് ആ വില്ലൻ കാഴ്ചവെച്ചത്. പിന്നെ മുണ്ടക്കയത്തെ ദുരന്തവും ഗ്രാഫിക്കും നല്ല ഇഫക്റ്റും വളരെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് തുടരും എന്ന മൂവിയിൽ. എല്ലാം കൊണ്ടും വളരെ നല്ല പടമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.